പലരും എന്നോട് കമന്റിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ് തോമസ് കൊസ്മാന എപ്രിൽ അമോർ നമ്പർ 4. ഈ ഒരു പെർഫ്യൂം ഞാൻ പണ്ട് 2018 സമയത്ത് ഈ ഒരു പെർഫ്യൂം ഞാനത് യൂസ് ചെയ്തിരുന്നു. അന്ന് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ യൂസ് ചെയ്ത പെർഫ്യൂമാണ്. അന്ന് 240 ml ആണ് ഞാൻ വാങ്ങിയിരുന്നത്. പിന്നീട് ഇടയ്ക്ക് അത് വിട്ടുപോയി. കുറെ നാളത് ഉപയോഗിച്ചിട്ട് എനിക്ക് അതിന്റെ പിന്നെ കുറെ പെർഫ്യൂം യൂസ് ചെയ്തതിനു ശേഷം ഈ പെർഫ്യൂമിന്റെ കാര്യം എനിക്ക് മറന്നുപോയി. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും അതൊന്ന് വാങ്ങിയപ്പോഴാണ് എനിക്ക് അന്ന് തോന്നിയതിനേക്കാൾ ഭയങ്കരമായിട്ടൊരു അഡിക്റ്റീവ് ആയിട്ട് മാറിയ ഒരു പെർഫ്യൂം. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. ചില പെർഫ്യൂമിന് ഒരു മാലാകമാരുടെ മണം എന്നൊക്കെ പറയാറില്ലേ, ഏഞ്ചലിക് സ്മെല്ല്, അതുപോലുള്ള ഒരു പെർഫ്യൂമാണ് തോമസ് കൊസ്മാന നമ്പർ 4. ഈ ഒരു പെർഫ്യൂം വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു പെർഫ്യൂം വേണം, അത് അടിച്ചിട്ട് പോകുമ്പോൾ എന്നെ ഓർക്കണം, ഞാൻ അവിടെ നിന്ന് പോയാലും ഈ ആളുകൾ എന്നെ കുറിച്ച് ഓർക്കണം, എന്റെ മുഖം ഓർക്കുന്നില്ലെങ്കിലും അന്ന് ആ വ്യക്തി വന്നപ്പോൾ അടിച്ചിരുന്ന പെർഫ്യൂം എന്താണെന്നെങ്കിലും അവർ ഓർത്തിരിക്കണം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മണം അവിടെ എല്ലായിടത്തും സുഗന്ധപൂരിതമാകണം. ഞാൻ പോയതിനു ശേഷവും ആളുകൾ എന്നെ കുറിച്ച് ഓർക്കണം. ഈ ഒരു മണത്തിന്റെ പേരിലായിരിക്കണം എന്നെ കുറിച്ച് അവർ ഓർക്കാൻ. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നത്. അവർ കാണുക. ഓക്കെ, ഇനി പെർഫ്യൂമിലേക്ക് വരാം. തോമസ് കൊസ്മാന നമ്പർ 4 എപ്രിൽ അമോർ. എപ്രിൽ അമോർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലവ് ആഫ്റ്റർ, പ്രണയത്തിന് ശേഷം എന്നുള്ളതാണ്. EDP കോൺസെൻട്രേഷൻ ആണ് 100 ml. 2018 ഈ ഒരു പെർഫ്യൂം ഇറങ്ങിയത്. തോമസ് കൊസ്മാന എന്നുള്ള പെർഫ്യൂം തന്നെയാണ് ഈ പെർഫ്യൂമും മേക്ക് ചെയ്തത്. നീഷ് ബ്രാൻഡാണ്. പെർഫ്യൂം അല്ലാതെ വേറൊരൊറ്റ സാധനവും ഈ നീഷ് ബ്രാൻഡിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അപ്പൊ അവർ മെയിൻ ആയിട്ടും പെർഫ്യൂംസ് മാത്രമാണ് ഇറക്കുന്നത്. അത്തരം ബ്രാൻഡിനെ വിളിക്കുന്നത് നീഷ് ബ്രാൻഡ്. അപ്പൊ അങ്ങനെ ഒരു നീഷ് പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അൺബോക്സ് ചെയ്യാം. നമ്മുടെ ഇരിക്കുന്ന റീറ്റെയിൽ പാക്ക് ആണ്. ഇവിടെ 100 ml കൊടുത്തിട്ടുണ്ട്. നമ്പർ 4 എപ്രിൽ അമോർ. അവിടെ പെർഫ്യൂം ബാച്ച് കോഡ്. ഓക്കെ, ബാച്ച് കോഡ് D0D24. ഞാൻ ബാച്ച് കോഡ് വരുന്നത്. ബാച്ച് കോഡ് ഇവിടെ ഇങ്ങനെ മങ്ങിയ നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഓഫ് വൈറ്റ് കളറിൽ. ഇവിടെ മെയിൻ നോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെർഫ്യൂമിന്റെ ബോക്സിൽ തന്നെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് നോട്ട് ബിറ്റർ ഓറഞ്ച്, ലെമൺ സിസ്റ്റ്, മിഡിൽ നോട്ടിൽ അരോമാറ്റിക് ഫ്രഷ് സ്പൈസി, ബേസ് നോട്ടിൽ ഡ്രൈവുഡ് ആംബർ മസ്ക്. ഇതാണ് ശരിക്കുള്ള നോട്ട്. ഇത്രയുമാണ് നോട്ട് വരുന്നത്. പക്ഷേ ഈ നോട്ടും പെർഫ്യൂമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. അൺബോക്സ് ചെയ്യാം. ഇതാണ് ബോട്ടിൽ. ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിലാണ്. പക്ഷെ നല്ല ഗ്ലാസ് ആണ്. അത്യാവശ്യം ഭാരമുണ്ട് ബോട്ടിലിന്. ഭാരമുള്ള ഒരു ബോട്ടിലാണ്. ഇവിടെ ബാച്ച് കോഡ് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. D0D24 ആണ് ബാച്ച് കോഡ് വരുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ തോമസ് കൊസ്മാനയുടെ ബ്രാൻഡിന്റെ പേരും കാര്യങ്ങളും ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ക്യാപ്പ് ഭാരമുള്ള ക്യാപ്പാണ്. എന്തോ മെറ്റലാണെന്ന് തോന്നുന്നു. ഭാരമുള്ള ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് പെർഫ്യൂം. ഇനി ഇവനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്പ്രേ ആണ്. ഹാപ്പി ഹോർമോൺസ് ഒക്കെ തിളക്കി വെക്കും. ചില പെർഫ്യൂമിന് നമുക്കത് ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇമോഷണൽ ആവും. അതുപോലെ ഒരു പെർഫ്യൂമാണ് തോമസ് കൊസ്മാന. ബക്രാത്ത് 540 ആയിട്ട് വളരെയേറെ സമയമുണ്ട്. അപ്പൊ ബക്രാത്ത് 540 EDPയും ഈ പെർഫ്യൂമും കയ്യിലുള്ളവർക്ക് മാത്രമേ അതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് തോന്നത്തില്ല. ഇതിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ബക്രാത്തിനേക്കാൾ വളരെയേറെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പെർഫ്യൂമാണ്. അത് ഇതിന്റെ വില കൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടിട്ടില്ല, ഇതിന്റെ മണമാണ്. ബക്രാത്തിനേക്കാൾ ഒരു പടി മുകളിൽ എനിക്ക് തോന്നി. അത് ചിലപ്പോൾ അങ്ങനെയല്ല, ചില പെർഫ്യൂം ഒക്കെ നമുക്കത് ഭയങ്കര ഇമോഷണൽ ആവും. അതുപോലൊരു ഫീൽ നൽകിയ ഒരു പെർഫ്യൂമാണ് തോമസ് കൊസ്മാന നമ്പർ 4. നമ്മൾ പറയാറില്ലേ ചില പെർഫ്യൂമിന് ഒരു ദൈവികത ഉണ്ടെന്ന്, അതുപോലെ ഒരെണ്ണമാണിത്. ഞാൻ കുട്ടിക്കാലത്ത് പണ്ട് പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഈ കത്തീഡ്രലിന്റെ മുകളിൽ മാലാകമാരുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അത് കുറവാണെന്ന് തോന്നുന്നു. പണ്ട് ചില കത്തീഡ്രലിലൊക്കെ കണ്ടിട്ടുണ്ട്. പഴയ കത്തീഡ്രലിലൊക്കെ മുകളിൽ മാലാകമാരുടെയും അല്ലെങ്കിൽ സെറാഫുകളുടെയും ഒക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇരുന്ന് വീക്ഷിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈ മാലാകമാര് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് മണമായിരിക്കും വരിക? എന്റെ മനസ്സിൽ അന്നേ പോയ കാര്യമാണ്. മാലാകമാര് മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് മണമായിരിക്കും അവരിൽ നിന്ന് വരുന്നത്? എനിക്ക് ഏതാണ്ട് ഈ ഒരു പെർഫ്യൂം എനിക്ക് അതുമായിട്ടാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു മാലാക മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ ഏഞ്ചലിക് ബീയിങ്ങിനുണ്ടാവുന്ന ഒരു മണം എന്തായിരിക്കും? അതാണ് ഈ ഒരു പെർഫ്യൂം. ഒരു മാലാകയുടെ മണം, ഒരു പ്യൂർ സോൾ ആയിട്ടുള്ള ഒരു മണം. ഇതിന് ഞാൻ പറഞ്ഞതുപോലെ ബക്രാത്ത് EDP ആയിട്ട് വളരെയേറെ സാമ്യമുണ്ട്. ഇതിന്റെ സ്മെല്ല് ഞാൻ പറയാം. സ്മെല്ല് എന്ന് പറയുന്നത് വളരെ സ്വീറ്റ് ആണ്. സ്വീറ്റ് എന്ന് പറയുന്നത് നമ്മൾ തല വിരിപ്പിക്കുന്ന പോലത്തെ സ്വീറ്റ് അല്ല, അല്ലെങ്കിൽ കുത്തുന്ന സ്വീറ്റ് അല്ല. ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു സ്വീറ്റ്നെസ് എന്ന് പറയുന്നത്
സ്വല്പം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. കറക്റ്റ് ആവശ്യത്തിനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന്റെ മണം, ബക്രാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു പ്രത്യേകത, ഒരു മാജിക്കൽ, ഒരു സർറിയൽ ആയിട്ടുള്ള ഒരു നോട്ട് ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ബക്രാത്ത് EDPയുടെ കാര്യം പറയുന്നത്, ബക്രാത്ത് EDPക്ക് അത് ഹീഡിയോൺ എന്നുള്ള ഒരു ഫ്ലോറൽ നോട്ടാണോ അല്ലെങ്കിൽ ആംബറിന്റെ നോട്ടാണോ, ഞാനത് ചേർത്തിരിക്കുന്ന ജാസ്മിന്റെ നോട്ടാണോ, എന്തോ മസ്കിന്റെ നോട്ടാണോ, ഒരു മാജിക് എലമെന്റ് ബക്രാത്തിൽ ചേർത്തിട്ടുണ്ട്. അതേ സർറിയൽ, അതേ ആബ്സ്ട്രാക്ട് എലമെന്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എന്തോ ഒരു ബിഹേവിയറിൽ ഒരു നോട്ട് നമ്മൾ വല്ലാതെ ആകർഷിക്കപ്പെടുന്ന ഒരു മാഗ്നറ്റിക് പവർ ഉള്ള ഒരു നോട്ട് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. അതെന്താണെന്നത് പറയാൻ ഇത്തിരി പ്രയാസമാണ്. ഒരു ഏഞ്ചലിക് സ്മെൽ എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. അതൊരു നമ്മളെ മനസ്സിനെ വല്ലാതെ ഒരു കൊളുത്തുന്ന ഒരു പെർഫ്യൂം. ഞാൻ പഠിച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പി ആവും, ഇമോഷണൽ ആവും. ഒപ്പം ഹെവി ഡോസ് ആയിട്ടുള്ള മസ്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മസ്കാണ് ചേർത്തിരിക്കുന്നത്. ആനിമലിക് അല്ലാത്ത മസ്ക്. നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കില്ലേ, ഒരു നമ്മൾ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന ആരാ ഇങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ പാസ് ചെയ്തു പോയ ആളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന തരത്തിലുള്ള ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂമിന്റെ. ബക്രാത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ചോദിക്കും എന്ത് പെർഫ്യൂമാണ് ചെയ്യുന്നത്, ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലൊരു നോട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ്നെസ്, ആവശ്യത്തിന് ചേർത്തിട്ടുള്ള സ്വീറ്റ്നെസ്, പിന്നെ മസ്കി, പിന്നെ ആംബ്രോക്സൻ. ഇതിനകത്ത് ആംബ്രോക്സൻ ചേർത്തിട്ടുണ്ട്. ആംബ്രോക്സൻ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ബബിൾ പോലെ, സെൻ ബബിൾ പോലെ, ഇങ്ങനെ കുമിളകൾ പോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പോകുന്നിടത്തൊക്കെ ഈ ഒരു സെൻ ബബിൾ ക്രിയേറ്റ് ചെയ്യും. ഒരു 8-9 സ്പ്രേ കടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന സ്ഥലം മുഴുവനും ആ റൂമൊക്കെ ഫില്ല് ചെയ്ത് ഒരു മോളിക്കുലർ പോലെ, അല്ലെങ്കിൽ ഒരു ബബിൾ പോലെ. അപ്പോൾ നല്ല രീതിയിലുള്ള സെൻ ക്ലൗഡ് മേക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്പർ 4 തോമസ് കോസ്മോനായിട്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ മണം പറഞ്ഞു തരാം. ഒരു മുറി നിറയെ കോട്ടൺ ക്യാൻഡി, പഞ്ഞുമിഠായില്ലേ, ബീച്ചിലൊക്കെ പോകുമ്പോൾ ഹിന്ദിക്കാർ കൊണ്ടുവരും ഒരു കവറിനകത്ത് എയർ നിറച്ചിട്ട്, പിങ്ക് നിറത്തിലൊക്കെ ഉണ്ടാവും, ചിലത് വൈറ്റ് നിറത്തിലുണ്ടാവും, ചിലത് മഞ്ഞ നിറത്തിലുണ്ടാവും, ഒരു കോട്ടൺ ക്യാൻഡി. ആ കോട്ടൺ ക്യാൻഡി ഒരു മുറി നിറയെ നിറച്ചു വെക്കുക. ഒരു മുറി നമ്മൾ ഡോർ തുറക്കുന്ന മാത്രമേ തന്നെ ഈ കോട്ടൺ ക്യാൻഡി ഇങ്ങനെ പറക്കണം. അത്രമാത്രം തിങ്ങി നിറഞ്ഞൊരു കോട്ടൺ ക്യാൻഡി കൊണ്ട് നിറച്ച ഒരു മുറി. ആ മുറിയിൽ ഒരുപാട് പൂക്കളും വിതറിയിട്ടുണ്ട്, കുറേയേറെ പൂക്കളും വിതറിയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ബബിൾസും ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. നിങ്ങൾ ഡോറ് തുറന്ന്, ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ഡോറ് തുറന്ന് കയറി ഈ കോട്ടൺ ക്യാൻഡി കൊണ്ട് നിറഞ്ഞ മുറിയും അവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന പൂക്കളും ഒപ്പം ഈ ബബിൾ എഫക്റ്റുകളും ഒക്കെ ചേർന്ന് വരുന്ന ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂമിന്റെ മണം എന്ന് പറയുന്നത്. ഒരു സ്വീറ്റ്നെസ് ആണ്. അതുപോലെ തന്നെ വാനില നോട്ട് ചേർത്തിട്ടുണ്ട്, പിന്നെ ആംബറിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. വളരെ എയറി ആയിട്ടുള്ള നോട്ട്, അതായത് നമ്മുടെ എയറിൽ ഈ മണം തങ്ങി നിൽക്കും. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു നോട്ട് എന്ന് പറയുന്നത് സാഫ്രോൺ, കുങ്കുമപ്പൂവിന്റെ ഒരു നോട്ട്. അത് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ നോട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫ്ലോറൽ കുങ്കുമപ്പൂവിന്റെ ഒരു മണമുണ്ട്. യെസ്, കുങ്കുമപ്പൂവിന്റെ ഒരു സാഫ്രോണിന്റെ ഒരു ടച്ചും ഉണ്ട്. വളരെ സ്വീറ്റ് ആണ്. ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു DNA ആണ്. അതാണ് ആ ഒരു വാക്കാണ് കറക്റ്റ്. ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു DNA, ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള സാധനം. ഇതാണ് ഈ പെർഫ്യൂമിന്റെ ഒരു മണവും കാര്യങ്ങളും. നിങ്ങൾ അത് ജസ്റ്റ് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓർമ്മ. ബക്രാത്ത് അതൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ ബക്രാത്തിന്റെ മണം ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒത്തിരി ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്യുക, അത് എൻജോയ് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു പെർഫ്യൂമിന് ഇത് ആർക്ക് കൊടുക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലരില്ല ഒരു പ്യൂർ സോൾ ആയിട്ടുള്ളവർ, നിഷ്കളങ്കര്, ഭയങ്കര തേജസ്സുള്ളവര്, ഭയങ്കര ഓറയുള്ളവർ, പോസിറ്റീവ് ആയിട്ടുള്ള ഓറയുള്ളവരില്ലേ. നമ്മൾ പറയല്ലേ, ഈ അയാളെ കാണാൻ ഭയങ്കര ഒരു തീക്ഷ്ണത ഉള്ള മുഖം, അല്ലെങ്കിൽ ദൈവികതയുള്ള മുഖം, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മുഖം. അവർ വരുമ്പോൾ തന്നെ, നമ്മുടെ വീടുകളിലോ ഭവനങ്ങളിലൊക്കെ വരുമ്പോൾ തന്നെ അത്തരം ആളുകൾ, ചിലപ്പോൾ നമ്മുടെ ചേട്ടനായിരിക്കാം, ചിലപ്പോൾ കസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരിക്കാം, ആരും ആയിക്കോട്ടെ, അത്തരം ആളുകൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, പോവല്ലേ കുറച്ചു നേരം കൂടി നിൽക്കണേ എന്നൊക്കെ തോന്നത്തില്ലേ. ചില ആൾക്കാർ വീട്ടിൽ കടന്നു വരുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവ് ഉള്ള ആളുകളുടെ അടുത്താണ് അത്തരം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നത്, ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാകുന്നത്. ആ വീട്ടിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വരുന്നതിന് മുമ്പ് വരെ ആ വീട്ടിലുണ്ടായിരുന്ന സകല അസ്വസ്ഥതകളും ഈ വ്യക്തി വന്നു പോയതിനു ശേഷം അത് മാറാറുണ്ട്. അപ്പൊ അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ മേക്ക് ചെയ്യാൻ ഒരു പ്രാപ്തിയുള്ള ഒരു പെർഫ്യൂം, അത്തരം ക്യാരക്ടർ ആയിട്ടുള്ളവർക്ക്, ഒരു ദൈവിക പ്രഭയുള്ളവർ, അല്ലെങ്കിൽ ഒരു ദൈവികത്വം, ഒരു കുലീനത്വം മുഖത്ത് ഉള്ളവർ, അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ളവർ, അത്തരം ആളുകൾക്ക് കൊടുക്കാം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം, അല്ലെങ്കിൽ ഒരു പെർഫ്യൂം. അതുപോലെയുള്ള ക്യാരക്ടർ ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത്തരം മാലാക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരം ക്യാരക്ടറാണോ നിങ്ങൾക്ക്, ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആവും. അതുപോലെ തന്നെ ഭയങ്കര റൊമാൻറ്റിക്കുമാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പൊ ചിലർ ചോദിക്കണം, ഒരു വെഡിങ് സെറ്റ് ആയിട്ട്, അതാണായാലും ശരി പെണ്ണായാലും ശരി, ഇത് 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. നിങ്ങളുടെ കല്യാണം അടുത്തുണ്ടെങ്കിൽ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. ഇവൻ നിങ്ങളുടെ ബക്രാത്ത് വാങ്ങാൻ ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ, 40,000 അല്ലെങ്കിൽ 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയില്ല. അതിനേക്കാൾ ഒരു പടിക്ക് മുകളിലാണ്
തോമസ് കോസ്മാൻ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു നീഷ് പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും സവിശേഷതകളും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ചീപ്പ് സ്മെൽ അല്ല, അത് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളും അത്തരം ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലോ നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളിലോ ഉണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ അവർക്ക് കൊടുക്കുക, ഗിഫ്റ്റായിട്ട് കൊടുക്കുക. പുതുവത്സരത്തിന് ഈ ഒരു പുതുവർഷം അവരെ ഓർത്തുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പെർഫ്യൂം. അപ്പൊ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ഇതൊന്നും നമുക്ക് പെയ്ഡായിട്ട് ആരും ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതല്ല, പെയ്ഡ് പ്രൊമോഷനും അല്ല, കയ്യിലെ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അതുകൊണ്ടുള്ള പോലെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഓർക്കണം. അല്ലെങ്കിൽ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർമ്മകളോട് കൂടിയാണെങ്കിൽ, വളരെ ഉന്മേഷം നൽകുന്ന സന്തോഷം തരുന്ന ഓർമ്മയോടുകൂടി നിങ്ങളെ ഓർക്കണമെങ്കിൽ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുക. എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, ഇവൻ ഗേൾസ് അടക്കം ചോദിച്ചിട്ടുണ്ട്, തോമസ് കോസ്മാന ഒന്ന് റിവ്യൂ ചെയ്യണം. ബസ്സിലും കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലരൊക്കെ അടുത്തൂടെ പോകുമ്പോൾ ഒരു മണം വരില്ല, ഒരു ഏഞ്ചലിന്റെ സ്മെല്ല്. ചില സെലിബ്രിറ്റികളൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു മണം വരില്ല, ഒരു സെൻ ക്ലൗഡിലുണ്ടാവും. അത് ഏത് പെർഫ്യൂം അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം പെർഫ്യൂമൊക്കെ ആയിരിക്കണം അത്. അങ്ങനെ ഒരു ഫീല് തരുന്ന ഒരു പെർഫ്യൂമാണ് തോമസ് കോസ്മാന. യൂസിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിക്കാരുടെ നേഴ്സാണ്. അപ്പൊ രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പൊ ഡ്യൂട്ടിക്കിടയിൽ ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ട് പോയപ്പോൾ ഒരു പെർഫ്യൂമിന് കിട്ടാത്ത കോംപ്ലിമെന്റ് ഈ ഒരു പെർഫ്യൂമിന് കിട്ടി. അപ്പൊ അവർ ചോദിച്ചു ഏത് പെർഫ്യൂമാന്ന് ചോദിച്ചു. പറഞ്ഞു ഈ ഒരു പെർഫ്യൂം തോമസ് കോസ്മാന ഏപ്രിൽ നമ്പർ 4 എന്നാണ് പറഞ്ഞു. പിന്നെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസമായപ്പോൾ അവരുടെ ദിവസമല്ല, അവരൊന്നും ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടിയിട്ട് അതിൽ 2 പേര് എക്സ്ട്രാ ഡ്യൂട്ടി എടുത്തിട്ട് ഈ ഒരു പെർഫ്യൂം 240 ml വലിയ ബോട്ടിൽ, ആ ജയന്റ് ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഡ്യൂട്ടി എടുത്തിട്ട് അവര് വന്നു. ആ ഒരു ദിവസം ലീവ് ആയിരുന്നിട്ട് കൂടി അന്ന് അവർ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും ഈ ഒരു പെർഫ്യൂം വാങ്ങണമെന്നും കരുതി, വലിയൊരു ബോട്ടിൽ വാങ്ങണമെന്നും കരുതി അവർ ഡ്യൂട്ടി എടുത്ത് പൈസ ഉണ്ടാക്കി വാങ്ങിയ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടി. അപ്പൊ ഒരാൾക്ക് ഈ പെർഫ്യൂം അടിച്ചിട്ട് പോയപ്പോൾ അത് ഇഷ്ടപ്പെടുകയും അത് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നീട് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് പൈസ സമ്പാദിച്ച് വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് എനിക്ക് ആ ഒരു പുള്ളിക്കാരനോട് പറഞ്ഞായിരുന്നു. ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും പെർഫ്യൂമിന്റെ ക്യാരക്ടർ എന്താണെന്നും ഇതിന്റെ സ്വഭാവം എന്താണെന്നും ആർക്ക് ചേരും എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ചും സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികളെ വെച്ചും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഇനി ഇതെപ്പോ അടിക്കണം? ഇത് അടിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ അടിക്കാം, ഉച്ചയ്ക്ക് യൂസ് ചെയ്യാം, വൈകുന്നേരം യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം. പക്ഷേ രാവിലെയും ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ അല്പം തണുപ്പുണ്ടാവണം, ഒരുപാട് ചൂട് വരാൻ പാടില്ല. അല്പം തണുപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഹീഡിയോൺ ഫ്ലോറൽ സ്മെല്ലും സാഫ്രോണിന്റെ നോട്ടും ഇതെല്ലാം വളരെ സ്മൂത്ത് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒന്നും ഷാർപ്പായിട്ടല്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ്. ഡെയിലി അടിക്കാൻ ഞാനിത് റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഇത്രയും വില കൂടിയ ഒരു പെർഫ്യൂം അല്ല, ഈ ഒരു ഇങ്ങനെ ഒരു ക്വാളിറ്റി തരുന്ന ഒരു മണമുള്ള ഒരു പെർഫ്യൂം നിങ്ങൾ ഡെയിലി അടിച്ച് അങ്ങനെ ആക്കരുത്. ഇത് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വൈകുന്നേരം യൂസ് ചെയ്യാൻ പറ്റും. അല്പം തണുപ്പ് വേണം. തണുപ്പുണ്ടെങ്കിൽ കുറെ നന്നായിട്ട് പ്രൊജക്ട് ചെയ്യും. ഇനി ഈ പെർഫ്യൂമിന്റെ ലോങ്ജിവിറ്റി സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പം ലോങ്ജിവിറ്റി വൈകുന്നേരം അടിക്കുകയാണെങ്കിൽ 8-9 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ ആദ്യത്തെ 4 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ മണം നിങ്ങളുടെ അടുക്കിലേക്ക് ചുരുങ്ങും. എന്നും പറഞ്ഞ് മണം പോവില്ല, അവിടെ മണം ഉണ്ടാവും, പക്ഷെ പ്രൊജക്ട് ചെയ്യുന്നത് കുറയും. ആദ്യത്തെ 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആയിരിക്കും. നമ്മുടെ കൂടെ നിൽക്കരുത്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോകുന്നിടത്തൊക്കെ ഈ മണം വരും. 5 മിനിറ്റ് ഒരു മുറി നിന്ന് കഴിഞ്ഞാൽ ആ മുറിയിൽ ആ മണം ഉണ്ടാവും. നമ്മൾ പോയാൽ ആ മണം അവിടെ ഉണ്ടാവും. അവിടെ സിഗ്നേച്ചർ ഇടും, ഇന്ന ആൾ അവിടെ വന്നിട്ടുണ്ടെന്ന്. ഇനി ഈ പെർഫ്യൂം വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇത് മാസറേഷൻ ചെയ്യണം നിങ്ങൾ മിനിമം ഒരു 6 മാസത്തേക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് 6 മാസം വരെ എങ്ങനെ അടിക്കാതിരിക്കാൻ പറ്റും? അപ്പൊ നിങ്ങൾ ഒരു 10 ml, ഒരു 20 ml ഇതുപോലെ 10 ml 2 ബോട്ടിലാക്കി നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഒരു 80 ml നിങ്ങൾ മാസറേഷൻ ചെയ്യാൻ വെക്കുക. ആ 20 ml ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ വേണം ചെയ്യാൻ. മാസറേഷൻ ചെയ്യാൻ പറഞ്ഞില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുട്ടുമുറിയിൽ വെയിലില്ലാത്തൊരു ഭാഗത്ത് ഒരു 6 മാസത്തേക്ക് അടക്കാതെ വെച്ചാൽ മതി. ബോക്സിനകത്ത് ഇട്ടിരുന്നാലും മതി, പക്ഷെ വെയിലുണ്ടാകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം, ഒരാൾ പോലും ട്രൈ ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ബക്രാത്ത് വാങ്ങാൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്തുകൊണ്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്തതിന്റെ കാരണം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതെപ്പോൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ കൂടി പറയാം. ഞാൻ ഇതിന്റെ 5 ml 10 ml ഡീക്കറ്റ് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു പെർഫ്യൂം കിട്ടുമ്പോൾ നിങ്ങൾ കിട്ടിയ പാട് അടിക്കാൻ നിൽക്കരുത്. അത് മാറ്റിവെച്ച് നിങ്ങൾ കുളിച്ച് ഫ്രഷായി നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം അടിക്കാൻ. അല്ലാതെ പെർഫ്യൂം കിട്ടിയത് അപ്പം അടിച്ചേക്കാം. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ ആകാംക്ഷയുടെ പുറത്ത് നിങ്ങൾ അത് അപ്പം അടിക്കരുത്. അങ്ങനെയല്ല അത് യൂസ് ചെയ്യേണ്ടത്. പെർഫ്യൂം എന്ന് പറയുന്നത് ആർട്ടാണത്. അതിന് ആ രീതി വേണം കാണാൻ. അതിന് വൈകാരിക തലങ്ങളുണ്ട്. വാങ്ങി ഉടനെ അടുത്ത് അടിക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ മണം നിങ്ങൾക്ക് എപ്പോൾ കിട്ടിയാൽ ആ കാര്യം എനിക്ക് ഓർമ്മ വരിക.
അപ്പൊ എന്തുകൊണ്ടാണ് സന്തോഷകരമായ സമയത്ത് യൂസ് ചെയ്യാൻ പറയുന്നത്? ആ പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ആ നല്ല ഓർമ്മകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇനി നിങ്ങൾ ഇത് 5 ml 10 ml ഡീക്കൻറ്റ് ഇപ്പൊ വാങ്ങിന്ന് കൂട്ടിക്കോ, എപ്പോ അടിക്കണം ഞാൻ പറയാം. ആദ്യത്തെ ട്രൈ എന്ന് പറയുന്നത് രാത്രി ട്രൈ ചെയ്യണം. കഥയൊക്കെ അടച്ച്, ജനലൊക്കെ അടച്ച്, കർട്ടനൊക്കെ ഇട്ട് മൂടി, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, നല്ലൊരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നിട്ട് ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നല്ലൊരു മെലഡി സോങ് ഒക്കെ കേട്ട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എടുത്ത് മാറ്റി, ടെൻഷനും അസ്വസ്ഥതകളൊക്കെ എടുത്ത് മാറ്റി വെച്ച് ക്ലിയർ മൈൻഡോട് കൂടി എല്ലാം മറന്നിട്ട് ഒരു പാട്ട് കേട്ട് ഇത് സ്പ്രേ ചെയ്യണം, കണ്ണടക്കണം, എന്നിട്ട് ഇത് എൻജോയ് ചെയ്യണം. ഇങ്ങനെ വേണം ആദ്യത്തെ ഒരു പെർഫ്യൂം നമ്മൾ ട്രൈ ചെയ്യാൻ. അല്ലാതെ വാങ്ങിയ പാടെ കവർ പൊട്ടിച്ച് വലിച്ച് 5-6 സ്പ്രേ അടിച്ചിട്ട് എനിക്ക് മണം കിട്ടുന്നില്ല, എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഈ പറഞ്ഞ മണമൊന്നുമല്ല, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അതൊരു ആർട്ടാണത്. ഒരു പെർഫ്യൂമർ അദ്ദേഹം ചിലപ്പോൾ 8-10 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഒരു മണം അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ലായ്മ ഈ മണം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മണം ഇങ്ങനെ ആയിരിക്കണമെന്ന് എന്ത് തോട്ട് പ്രോസസ്സോട് കൂടി ആയിരിക്കും ചെയ്തിരിക്കുന്നത്? നമുക്കൊരു മണം സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മണം എങ്ങനെ വരണം, അത് ഏറ്റവും അവസാനം ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കണം എന്ന് ഒരു പെർഫ്യൂമർ ആ പെർഫ്യൂം ആകുന്നതിന് മുമ്പേ തന്നെ മനസ്സിൽ സങ്കല്പിക്കണ്ടേ? അപ്പൊ എന്തുമാത്രം ഇമോഷനോട് കൂടി ആയിരിക്കും ഒരു പെർഫ്യൂം അവർ മേക്ക് ചെയ്യുന്നത്, എത്ര സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വെറുതെ അടിക്കാനുള്ളതല്ല, അത് സമയം എടുത്തിട്ട് വേണം നിങ്ങൾ അത് എൻജോയ് ചെയ്യാൻ. അപ്പൊ നല്ല ഹാപ്പി മൈൻഡോട് കൂടി ഇത് ട്രൈ ചെയ്യുക. ഇപ്പോൾ 5 ml 10 ml ഞാൻ ഡീക്കൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ചിലപ്പോൾ എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആകാതിരിക്കാം. ഇത് എന്റെ അഭിപ്രായമാണ്, ഞാൻ പറഞ്ഞത് സബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.